ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹിതരെ, എല്ലാവർക്കും പ്രഭാതവന്ദനം. ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മറ്റൊരു സവിശേഷത ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ്. വിശ്വാസത്തെപ്പറ്റി ഒരു വിശുദ്ധൻ ഇങ്ങനെയാണ് നിർവചിക്കുന്നത്: എൻ്റെ കണ്ണുകളെ ചൂഴ്ന്നെടുക്കുക, അതിനെൻ്റെ ജീവൻ എടുക്കാനാവില്ല. എൻ്റെ മൂക്ക് മുറിച്ചു മാറ്റുക, അതിനെന്നെ കൊല്ലാനാവില്ല. എന്നാൽ എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം നശിച്ചാൽ ഞാൻ മരിച്ചവനായി എന്ന്. വിശ്വാസമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആഴത്തിലുള്ള വിശ്വാസം നമ്മുടെ പ്രഭാത നമസ്കാരത്തിൽ, ശ്ലീബാ നമസ്കാരത്തിൽ പിതാക്കന്മാരെ മോശ ചമച്ച പെട്ടകത്തോടെ പരിശുദ്ധ ദൈവമാതാവിനെ അവിടുന്ന് ഉപമിക്കുന്നുണ്ട്. ഈ കതിരമരത്തിന് 3 പ്രത്യേകതകളാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. ഒന്ന്, അതിന് യാതൊരു കേടും സംഭവിക്കുന്നില്ല ആ മരത്തിന്. 2, ഏത് പ്രതികൂലതകളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് ആ മരം. 3-ാമതായിട്ട്, അത് മരുഭൂമിയിൽ വളരുന്ന വൃക്ഷമാണ്. ഇത് മാതാവിൻ്റെ ജീവിതത്തോട് പിതാക്കന്മാർ ഉപമിക്കുന്നത് മാതാവിൻ്റെ ജീവിതത്തിൽ പുത്രൻ തമ്പുരാന് ജന്മം നൽകുന്നതുവരെയും അതിനുശേഷവും യാതൊരു കേടും സംഭവിക്കാതെ, അവളുടെ കന്യാത്വം നഷ്ടപ്പെടാതെ അവിടെ ദൈവപുത്രന് ജന്മം നൽകുവാൻ തക്കവണ്ണം പരിശുദ്ധ മാതാവിന് സാധിക്കുന്നു. 2-ാമതായി, എല്ലാ പ്രതികൂലതകളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ഈ വൃക്ഷത്തിന് സാധ്യമാകുന്നത് പോലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ സാധ്യമാകുന്നു. കാനാ മുതൽ കാൽവറി വരെ അവളുടെ കണ്ണ് തോർന്നിട്ടില്ല. പക്ഷേ അവിടെയൊക്കെ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ്, അചഞ്ചലമായ വിശ്വാസമാണ് ആ പരിശുദ്ധ ദൈവമാതാവിനെ മുമ്പോട്ട് നയിക്കുന്നത്. 3-ാമതായി, മരുഭൂമിയിൽ വളരുന്ന വൃക്ഷമാണല്ലോ ഈ വൃക്ഷം. ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിൽ ദൈവവിശ്വാസത്തിൽ, പ്രാർത്ഥനയുടെ വിശ്വാസത്തിൽ അതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് വളരുവാൻ തക്കവണ്ണം സാധ്യമായി. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകണം. അത് നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുമ്പോഴാണ് അത് നമുക്ക് അനുഭവമായി തീരുന്നത്. വിശ്വാസമില്ലാതെ ആരാധനകൾ വെറും ചടങ്ങുകൾ മാത്രമാണ്, വെറും യാന്ത്രികമായി മാത്രമാണ് അതൊക്കെ. എന്നാൽ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസം നമുക്ക് ദൈവസന്നിധിയിൽ ദൃഢീകരിക്കുവാൻ തക്കവണ്ണം അമ്മയുടെ ഈ നോമ്പ് ദിനങ്ങൾ നമുക്ക് സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.